എന്റെ പേര് ജെയ്സൺ. സ്ഥലം കൊല്ലം. ഞാൻ നിങ്ങളുടെ ഒരു ഇത് കേട്ടായിരുന്നു, ഈ ഭൂവാസനോ പറഞ്ഞ്. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി അവിടെ പോയി. ഞങ്ങൾ അവിടെ പോയി ഇതൊക്കെ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പൈസയൊക്കെ മേടിച്ച് ഈ നമ്മൾ ഉടമ്പടി എടുക്കുമല്ലോ. ഇപ്പം 3-4 ഇത് കഴിഞ്ഞ് അന്നത്തെ പോലും വിവാഹം നടന്നില്ല. പിന്നെന്ന് പറയുന്നത് ഈ അച്ഛൻ പറയുന്ന കണക്കെല്ലാം നമ്മൾ ചെയ്യും. കാരണം വെളുപ്പാങ്കാലത്ത് 4 മണിക്കൊക്കെ എണ്ണിച്ചൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനമൊന്നുമില്ല. പിന്നെ നമുക്ക് ഏകദേശം ഒരു മനസ്സിലായത് തട്ടിപ്പാണോ എന്നൊരു ചെറിയൊരു സംശയം തോന്നി. അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ ഒന്നും പോകത്തില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞങ്ങളുടെ മമ്മിയോടൊക്കെ പറഞ്ഞു ഇനി അവിടെ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു. ജെയ്സൺ ഏത് സഭാംഗമാ? ഞങ്ങൾ ലത്തീന. എത്ര വയസ്സായി? എനിക്കിപ്പോൾ 37 വയസ്സുണ്ട്. 37 വയസ്സാ. വിദ്യാഭ്യാസമൊക്കെ എന്തുണ്ട്? ഞാൻ ആദ്യം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എടുത്തത്. പിന്നെ മറ്റേ നമ്മുടെ എക്സ്റേ വെൽഡിങ്ങിന്റെ ഡിപ്ലോമ ഉണ്ടല്ലോ, ഡിപ്ലോമ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പഠിത്തം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗൾഫിൽ ദുബൈയിലും ഖത്തറിലൊക്കെ ആയിരുന്നേ. എത്ര വർഷമായി ഇപ്പം വിദേശത്ത്? അല്ല, ഞാനിപ്പം ഈ കൊറോണയ്ക്ക് ശേഷം നാട്ടിലുണ്ട്. ഇപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ നമ്മുടെ ഈ വെൽഡിങ്ങിന്റെ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ എഞ്ചിനീയറിംഗ് വർക്കേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ജെയ്സന്റെ? വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്. പുള്ളിയുടെ വിവാഹം കഴിഞ്ഞു. പുള്ളിക്ക് നേരിട്ട് കിട്ടിയതാ. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ഇവിടെ ഇല്ല, ഇസ്രായേലില്ല. ജെയ്സന് 37 വയസ്സായി. ഈ 37 വയസ്സിനിടയ്ക്കും ഏതെങ്കിലും പെൺകുട്ടികളോട് പ്രേമമോ സ്നേഹമോ എല്ലാം തോന്നിയോ? അങ്ങനൊന്നുമില്ല. ഞാൻ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് നമ്മളിലെ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കങ്ങനെ ആരോടും അങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ കൂടുതലും ഇവിടെ ഒരു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മാസം ഇവിടെ നിൽക്കും. തിരിച്ച് വീണ്ടും കയറി പോവും, വീണ്ടും വരും, വീണ്ടും പോകും. പിന്നെന്ന് വെച്ചാൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ കൊറോണയ്ക്ക് ശേഷമായപ്പോൾ അവിടെയൊക്കെ വർക്കെല്ലാം ബ്ലോക്ക് ആയല്ലോ. സുഹൃത്തുക്കളായിട്ട് പെൺസുഹൃത്തുക്കളുണ്ടോ? ആൺസുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എന്നാലും പെൺസുഹൃത്തുക്കളുണ്ടോ? സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മളങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ സംസാരിക്കത്തില്ല ആരുമായിട്ടൊന്നും വലുതായിട്ട്. നമുക്കൊരു പങ്കാളി ഉണ്ടാകേണ്ടുന്നത് ഈ മറ്റേ കൃപാസനം കുഞ്ഞമ്മയുടെ ചുമതലയാണോ അതോ അവിടുത്തെ പാതിരിയുടെ മണ്ടയിൽ നമ്മൾ ചാർത്തി കൊടുക്കാതെ നമ്മളായിട്ട് എന്തുകൊണ്ട് ഒരു ശ്രമിച്ചുകൂടാ? ഈ 4 മണിക്ക് എഴുന്നേറ്റ് മറ്റേ ഇയാള് തരുന്ന തിരിയും കത്തിച്ച് വെക്കുകയും വായിൽ ഉപ്പിടുകയും പിന്നെ എന്നിട്ട് എണ്ണയോ എന്തൊക്കെയുണ്ട് പുള്ളി തരുന്നത്? ഈ കാശുരൂപം പോലെയും പിന്നെ ഉപ്പ്, പിന്നെ എണ്ണ ഒലിവ് ഓയിലാണോ അതോ വെളിച്ചെണ്ണയാണോ എന്ന് പോലും അറിയാം. എന്നതാണേലും അത് വാരി തേക്കുകയും ഇയാൾ തരുന്ന ലോക്കറ്റ് നമ്മുടെ നിക്കറിന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്താൽ നമുക്ക് പെണ്ണ് കിട്ടത്തില്ലെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ആദ്യമേ ഇപ്പം ജെയ്സൺ അല്ലേ? ജെയ്സന് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഫിസിക്കലി എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു എല്ലാ പൗരുഷവുമുള്ള ഒരു യുവാവ് തന്നെയാണല്ലോ. വിദ്യാഭ്യാസമുണ്ട്, തൊഴിലുണ്ട്, എല്ലാം ഉണ്ട്. അന്നേരം നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ചുമതല മറ്റേ കൃപാസനം കുഞ്ഞമ്മയും പാതിരികളും ഏൽപ്പിക്കാതെ നമ്മൾ സ്വന്തമായിട്ടങ്ങ് തീരുമാനം നമ്മൾ ഓർക്കണം. നമുക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സമുദായത്തിൽ നിന്നാവാം, അല്ലെ മറ്റ് ഇതര ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നാകാം. അതൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ? നിങ്ങൾ ഈ ആലപ്പുഴ വരെ പോയി മെനക്കെടുന്നതിന് പകരം നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാനിപ്പം സ്വന്തമായിട്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞൊന്നും ഞാനിപ്പോ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയം തൊട്ട് എപ്പോഴും ഈ വെൽഡിങ്ങും പരിപാടിയും അല്ലാത്ത സമയത്ത് ഈ പ്രാർത്ഥന കേട്ടെന്നല്ല, അത്യാവശ്യമൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങണം. ഒരു പുരുഷൻ വിചാരിച്ചാൽ, എല്ലാവരും ഒരു വിചാരിച്ചാൽ ഒരു പെൺകുട്ടിനെ കണ്ടെത്താൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡിഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക. കണ്ടെത്തുന്നവരെ നമ്മൾ പരസ്പരം ഈ പറയുന്ന പോലെ മനസ്സിലാക്കുക, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അതിലൂടെ കൂടുതൽ അടുത്തറിയുക. അങ്ങനെ അതിനെ ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാൻ പറ്റാവുന്ന കപ്പാസിറ്റി എല്ലാവരുടെയും, പെണ്ണിനാണേലും ആണിനാണേലും ഉണ്ട്, ഇല്ലേ? നിങ്ങൾ വീട്ടുകാരുടെ ചെലവിൽ കിടക്കാൻ നിങ്ങൾക്ക് ഒരു തൊഴിലുണ്ടല്ലോ, വിദ്യാഭ്യാസം ഉണ്ട്, പണിയുണ്ട്, അറിയാം, ആരോഗ്യം ഉണ്ട്. ആ ചുമതല 37 വയസ്സ് വലിയ കൂടിയിട്ടൊന്നുമില്ല. ആ ചുമതല സ്വയം ഏറ്റെടുക്കുക. നിങ്ങളുടെ പെണ്ണിനെ നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പെണ്ണ് എവിടെയോ ഉണ്ട്. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ അശ്രദ്ധ മൂലം അല്ലെ നിങ്ങളെ ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നു. നിങ്ങൾ വേറെ എന്തിനൊക്കെ ഓടിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പെണ്ണ് കെട്ടാം എന്ന് വിചാരിച്ചാൽ നടക്കൂല.
അതുകൊണ്ട് നിങ്ങൾ അതിനെ കണ്ടെത്തുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സ് വിചാരിച്ച് നിങ്ങൾ ഒരു മാസം നിങ്ങളൊന്ന് ഇറങ്ങി നോക്കിച്ചാൽ വഴി ഇറങ്ങി നോക്കി നിൽക്കാനല്ല പറയുന്നത്. ആഗ്രഹിച്ച് നിങ്ങൾ അതിനുള്ള ഒരു എഫേർട്ട് പല മാർഗങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നിങ്ങൾ അത്തരത്തിലൊന്ന് ശ്രമിച്ചു നോക്കിയാൽ സ്വയമായിട്ട്. കുറുവാസനം കുഞ്ഞമ്മ കൊണ്ട് നമുക്ക് പെണ്ണിനെ കൊണ്ട് തരത്തില്ല, ബ്രോക്കർ അല്ല വരുന്ന മനസ്സിലാക്കണം. ഇതൊക്കെ വെറും ഈ ഉടായ്പ നൈറ്റ് ഇട്ട് ഈ വിശ്വാസങ്ങളെ പൊണ്ണകളാക്കുന്ന ഈ കള്ളറാസ്കലുകളുടെ കച്ചവടമാണെന്ന് മനസ്സിലാക്കണം. അവൻ അല്ലേ നിങ്ങൾ അവിടെ പോയാൽ പോലും അവിടെ എത്രയോ കുട്ടികൾ വരുന്നു. നിങ്ങൾ അവിടെ നിന്ന് അതിന്റെ ഒന്ന് ശ്രദ്ധാപൂർവ്വം നിന്നെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണത്തിനെ കൊണ്ടുവരായിരുന്നു. നിങ്ങൾ മിടുക്കനായിരുന്നെങ്കിൽ. തീർച്ചയായും. അന്നേരം അവിടെ കണ്ണടച്ച് കുഞ്ഞമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടുന്നത്. കൊള്ളാവുന്ന പെണ്ണുണ്ടെ അവളെ നോക്കണം. ഇല്ലേ? കണ്ണു തുറന്ന് നമ്മൾ കാണണം, നോക്കണം. നമുക്ക് കാണാൻ പറ്റും അന്നേരം നമുക്കുള്ളത് എവിടെ ഉണ്ടെന്ന്. അന്നേരം അതുകൊണ്ട് നമ്മുടെ കണ്ണും നമ്മുടെ ബുദ്ധിയും നമ്മുടെ പ്രയത്നവും ഇല്ലാതെ ഒരു കുറുവാസനം കുഞ്ഞമ്മയെ നമുക്കൊണ്ട് പെണ്ണിനെ കൊണ്ട് നൂലെ കെട്ടി ഇറക്കി തരത്തില്ല. ആരെങ്കിലും കൊണ്ടിറക്കി തരുന്നതിനെ കെട്ടിയാ അഥവാ ഗതിന്ന് ഓർത്താൽ മതി. നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യം അനുസരിച്ച് നിങ്ങളുടെ ഏതാണ്ട് ഒരു എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മാച്ചാകുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടി കണ്ടെത്തേണ്ടത് വേറെ ആരുടെയും ചുമതലയല്ല, നിങ്ങളുടെ ചുമതലയാ. ആരെങ്കിലും റെഡിയാക്കി സെറ്റാക്കി നിങ്ങളുടെ തലയെ കൊണ്ടുവച്ചാൽ ആ കാലമൊക്കെ പോയി. അന്നേരം ഇപ്പൊ നീ പറഞ്ഞ പോലെ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യാമല്ലോ. ഒന്ന്, നിങ്ങളുടെ ആ സാമൂഹിക മത ചുറ്റുപാടുകളിൽ നിന്നൊരു പെൺകുട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പള്ളിയിലൊക്കെ പോവോ? പള്ളിയിലൊക്കെ പോവാം. അത് ദൈവവിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം അതുകൊണ്ട് പള്ളിയിൽ പോയി കണ്ണടച്ചുകൊണ്ട് നിൽക്കല്ലേ പള്ളിയിൽ പോയി. ഇടയ്ക്ക് ആ വലത്ത് സൈഡിലോട്ടൊക്കെ നോക്കണമെന്ന് കൊള്ളാവുന്ന പെൺപിള്ളേരൊക്കെ ഉണ്ടോ. അന്നേരം അതിനൊക്കെ ഉള്ളൊരു ചെറിയ ശ്രമം നടത്തണം. 37 കൊല്ലമൊക്കെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക, അതിക്രമിച്ചു. അതിന് ശ്രമിക്കുക. പള്ളിയിൽ പോകുമ്പം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയല്ല, എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കാൻ പറ്റും. ആ പോകുന്നതിനുള്ള പ്രയോജനം ഇങ്ങനെയൊക്കെ ഉണ്ടാവണം. ഇവര് പറയുന്നത് 100 രൂപ കൊടുത്ത് ഈ പത്രം മേടിച്ചിട്ട് ഞാൻ ഈ പത്രം വെച്ചിട്ട് കാര്യമില്ല. പത്രം മേടിച്ചിട്ട് എന്റെ സ്വന്തം പൈസക്ക് ഈ പെട്രോളും അടിച്ച് ഈ നമ്മുടെ കൊല്ലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ടല്ലോ ഡിസ്ട്രിക്ട്, ആ ഡിസ്ട്രിക്റ്റിൽ കൊണ്ട് എന്നെ ഈ മുസ്ലിങ്ങളുണ്ടല്ലോ, മുസ്ലിംസ് സഹോദരങ്ങള്, അവർ ഈ പത്രം കൊടുത്തതിന് എന്നെ ക്ലിഫിനായി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആര് പറഞ്ഞുകൊണ്ട് ഇവിടെ പത്രം മേടിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കണമെന്ന് ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഈ പത്രം നിങ്ങൾ അന്നേരം അച്ഛനെ ഇനി അടുത്ത പ്രാവശ്യം പോയി നിങ്ങൾ വണ്ടിക്കൂലി ആലപ്പുഴ വരെ പോകണ്ടായിരിക്കുമല്ലോ. ആലപ്പുഴ വരെ പോകാനുള്ള പൈസ കയ്യിൽ ഉണ്ടാവുമല്ലോ. പിന്നെന്ത്, ആലപ്പുഴ പോകണം. ആലപ്പുഴ വിളിച്ചിട്ട് നിങ്ങൾ പറയണം, അയാളോട് പറയണം എനിക്ക് പേഴ്സണലി ഒന്ന് സംസാരിക്കേണ്ടത് പറയണം. എന്നിട്ട് നിങ്ങൾ വിളിച്ച് മാറ്റി നിർത്തിട്ട് ചെവി ചോദിക്കണം, നിങ്ങൾക്ക് നാണമില്ലടാ മയിരെ ഇങ്ങനത്തെ പരിപാടിയായിട്ട് നടക്കാൻ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചോദിക്കണം. അതിനകത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾ ഇച്ചിരി ആത്മീകമായ രീതിയിൽ ബഹുമാനത്തോടെ നിന്ന് ചോദിച്ചാൽ മതി. ഇതിനേക്കാളും കട്ടികൂട്ടിയത് ഒക്കെ ചോദിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആംബിയർ ഉണ്ട് ചോദിക്കാം. ഇതിലും നല്ലത് വേറെ വല്ല പണിയെടുത്തുകൂടെടാ മനുഷ്യന്ന് ചോദിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യരെ വലിപ്പിച്ച് ജീവിക്കാവോ എന്ന് ചോദിക്കണം. കാരണം അവന്റെ പരസ്യ മെറ്റീരിയല് നിങ്ങളെ കൊണ്ട് മേടിപ്പിച്ച് നിങ്ങളെ കൊണ്ട് തലച്ചുമടായിട്ട് കൊണ്ട് വിപ്പിച്ചിട്ട് ഇങ്ങനത്തെ സകലമാന ശോഭകേടും ചെയ്യിച്ചിട്ട് അതിന് പൈസയും മേടിച്ചിട്ട് ജീവിക്കുന്ന മിടുക്കൻ. അന്നേരം അവന്റെ ചെയ്തിൽ ഞാൻ ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? നിങ്ങൾ പറ, ഇനിയും പറ. ഒരു തെറ്റുമില്ല. ഞാൻ അങ്ങനെ തന്നെ ചോദിക്കണം. ഒരു വാചകത്തിലാണ് ഞാൻ ഇത് ഇങ്ങനെങ്ങാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെങ്ങാണ് നിങ്ങൾ ചോദിക്കുന്നത്, അടുത്തെങ്ങാണ് ഒരു പെണ്ണ് കേട്ടാ അവള് പറയും നീ ആണെന്ന്, നിന്റെ നമ്മുടെ കൂടെ പോരും. സത്യം അല്ലേ? ആണ്. ഒരു കോട്ടയത്തുള്ള ഒരു സ്ത്രീയായിട്ടൊരു സംഭാഷണം ഞാൻ അതാ കേട്ടോണ്ടിരുന്നതേ. അന്നേരം അതിന്റെ അകത്ത് ചേട്ടൻ പറയുന്നുണ്ട് നമുക്ക് അതാണ് എന്നെ കൂടുതലും സ്ട്രൈക്ക് ചെയ്തത്. നമ്മൾ ഈ പറയുന്ന ഒരു സ്ഥലത്തും പോകേണ്ട കാര്യമില്ല, നമുക്കുള്ളത് ആ സമയമാകുമ്പം നമ്മുടെ അടുത്ത് തന്നെ എത്തും എന്ന്. നമ്മുടെ അവിടെ എത്തുന്നത് നമ്മളിങ്ങനെ കയ്യോ കഴുകി ഇങ്ങനെ ഇരുന്നാൽ കാര്യമില്ല. നമ്മുടേതായ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടതായ ഇച്ചിരി അതിക്രമിച്ച സമയം ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിദ്യാഭ്യാസ സമയത്ത് നിങ്ങൾ പഠിക്കുന്നു, പോകുന്നു, അടുത്തതൊരു ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു, നിങ്ങൾക്ക് തൊഴിലായി. അടുത്തത് എന്താ? നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് കുടുംബമാണ്, കുട്ടികളാണ്. അന്നേരം അതിനതിൻ്റെതായിട്ടുള്ള അങ്ങനെയൊക്കെ ആ സിസ്റ്റത്തിൽ പോണ അതിൻ്റെതായ സമയങ്ങളുണ്ട്. നമ്മൾ റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഒക്കത്ത് എടുത്തോണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇല്ല. അന്നേരം അതിൻ്റെതായ ഓരോന്നിനും നേരവും കാലവും സമയങ്ങളും ഒക്കെ ഉണ്ട്. അന്നേരം അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെതായ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏജിനും
നിങ്ങളുടെ മറ്റു താല്പര്യങ്ങൾക്കും നിങ്ങളുടെ അഭിരുചികൾക്കും അനുയോജ്യയായ, ഞാൻ അതാ പറയുന്നത്, ആരെങ്കിലും കൊണ്ടിറക്കി തരുന്നതല്ല, അനുയോജ്യയായ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. അത് വേറെ ആരും, കുറുവാസനം കുഞ്ഞമ്മ കൊണ്ടുതരത്തില്ല, നിങ്ങളുടെ വീട്ടുകാർ കൊണ്ടുതരത്തില്ല, നാട്ടുകാർ കൊണ്ടുതരത്തില്ല, വേറൊരുത്തരും കൊണ്ടുതരത്തില്ല. ആരെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ചാരി തന്നാൽ ഓർത്തോണം അത് വേറെ പണി വരും. അതുകൊണ്ട് നിങ്ങൾ സ്വയമായിട്ട് ഇറങ്ങി കണ്ടെത്തുക. അതിനുള്ള സമയവും പ്രാപ്തിയായി. അതിനുള്ള പല പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങളൊരു സമയം പരിധി വെക്കുക. ഒരു 3 മാസം. 3 മാസത്തിനുള്ളിൽ ഞാൻ പെണ്ണ് കെട്ടിയിരിക്കും നിങ്ങൾ നിശ്ചയിക്കുക. ഇവിടെ എത്രയോ നാട്ടിൽ ഒരു വിവാഹം കഴിപ്പിക്കാൻ മാർഗമില്ലാതെ ഒരു പങ്കാളിയെ കിട്ടാതെ ആളുകൾ വിഷമിക്കുന്നു. അന്നേരം അതിന് അനുയോജ്യമായ ഒരു പെണ്ണിനെ കണ്ടെത്താനുള്ള പല മാർഗങ്ങൾ, എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. ഒന്ന്, അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പള്ളികളുമായിട്ടോ ചുറ്റുപാടോ ഇടവകയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ, അതുപോലെ അത്തരത്തിലൊരു പെൺകുട്ടി ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവില് കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ ബ്രോക്കർമാരെന്ന് പറയുന്ന കക്ഷികളുണ്ടല്ലോ. അറിയാം, എത്ര ബ്രോക്കർമാരെ അറിയാം? അറിയാം. ഞങ്ങൾ കുറെ പൈസ എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇന്നലെയും വന്ന് പൈസയും കൊടുത്ത് എന്തോ എല്ലാം. നിങ്ങളെ ഇതുപോലെ ഊറ്റാൻ പറ്റാത്ത കക്ഷി എന്ന് പറഞ്ഞ് പൈസ ഊറ്റിക്കൊടുതായിരുന്നു. ഈ പറഞ്ഞ കണ്ടീഷൻ എന്താ? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇച്ചിരി ബുദ്ധിപൂർവ്വിക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏതാണ്ടൊരു റിക്വയർമെന്റ്സ് അവരോട് പറഞ്ഞ് അതിന് പറ്റാവുന്നത് ഒന്ന് നിങ്ങൾ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. എല്ലാം ഓടിപ്പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ. പറ്റാവുന്നത് പോയി ഏതാണ്ട് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയി കാണുക, ഇതാക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മറ്റുള്ള ഏതൊക്കെ മാർഗങ്ങൾ ഇന്നുണ്ട് ഉപയോഗിക്കാൻ പറ്റും, എല്ലാ തരത്തിലും നിങ്ങൾ നോക്കുക. ചേട്ടാ, ഞങ്ങൾ വീണു പോയതെന്ന് തോന്നുന്നു. ഈ ഇത്രയും ജനങ്ങൾ വന്ന് കുറെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയാണ്. പക്ഷെ ഇവരെ പഠിപ്പിച്ചു വിട്ടതാണോ അത് ഇവര് സ്വയം പറയുന്നതാണോ അതോ വേറെ ആരെങ്കിലും പ്രേരണ കൊണ്ട് പറയുന്നതാണോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അവിടെ നിങ്ങൾ ചെന്നപ്പോ ഏകദേശം എത്ര പേരോളം ഉണ്ടാവും? കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാനൊരു അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ ചെല്ലുമ്പോഴും ഒരു അപ്രോക്സിമേറ്റ്ലി ഓരോ സമയത്തും അതിനകത്ത് എത്ര പേരുണ്ടാവും? 1000 താഴെ കുറവേ ആൾക്കാർ കാണത്തോളം തോന്നുന്നു. ഓക്കെ, 1000 പേരുണ്ടെന്ന് വെക്കുക. 1000 പേരില് ഈ 1000 പേർ ഒരേ ആവശ്യമായിട്ടാണോ വരുന്നത്? അല്ല, പല പല ആവശ്യങ്ങളുമായിട്ടാ. പല പല ആവശ്യങ്ങളായിട്ടാണല്ലോ വരുന്നത്. അന്നേരം 1000 പേരെ മാറ്റി നിർത്തുക. ഇവിടെ ആ കുറുവാസനം കുഞ്ഞമ്മ ഉള്ളത് കൊണ്ടാണോ ഈ നാട്ടില് നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തില് 3.5 കോടി ആളുകൾ ഉണ്ടെന്ന് വെക്കുക. ഈ 3.5 കോടി ആളുകൾക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ജോലി വേണ്ടവരുണ്ട്, അസുഖം ഭേദമാകേണ്ടവരുണ്ട്, മക്കളുടെ കല്യാണം നടത്തേണ്ടവരുണ്ട്, വീട് വെക്കേണ്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടത് തിരിച്ചു വേണമെന്നുള്ളതുണ്ട്. അങ്ങനെ പല പല ആവശ്യങ്ങളുമായിട്ട് ഈ 3.5 കോടി ആളുകൾക്കും ആവശ്യമുണ്ട്. അതിൽ 1000 പേരാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പോയേക്കുന്നത്. അന്നേരം ഈ ബാക്കി 3.5 കോടിയിലുള്ള ബാക്കിയുള്ള ഈ 1000 പേര് കഴിഞ്ഞിട്ട് ആളുകളുടെ ഒന്നും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ലേ? ഈ കുറുവാസനം കുഞ്ഞമ്മയുടെ അടുത്ത് പോയി ഉറമ്പടി എടുക്കാത്ത ആരുടെയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? ഒത്തിരി, എത്രയോ ആൾക്കാരുടെ കാര്യം നടക്കുന്നു. അതല്ലേ 99.9% അങ്ങനെയല്ലേ നടക്കുന്നത്. അന്നേരം ഇവിടെ പോകുന്നത് ആരാ? ഈ പത്രമൊക്കെ വായിച്ച് ഈ പറയുന്ന അങ്ങനെ ആളുകൾക്ക് നടക്കുന്നുണ്ടല്ലോ. ഒന്നെങ്കിൽ ഇവിടെ വേറെ ആർക്കും ഒന്നും നടക്കരുത്, ഇവിടെ പോയാലേ നടക്കാവൂ, ഇല്ലേ? അങ്ങനെ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ മനുഷ്യന്റെയും അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും എഫേർട്ട് എടുക്കുന്ന ഇവിടുത്തെ ഏതെങ്കിലും നല്ല നിലയിൽ പോകുന്ന ആളുകൾ ആരെങ്കിലും ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടോ? ദാരിദ്ര്യവും പരിവട്ടവും പ്രശ്നങ്ങളും ദുരിതങ്ങളുമായിട്ട് പോകുന്ന ആളുകൾ മാത്രമല്ലേ അവിടേക്ക് പോകുന്നുള്ളൂ. ചൂഷണം ചെയ്യാൻ പറ്റുന്ന, അതാ പറഞ്ഞ ഇല്ലായ്മയും ദാരിദ്ര്യവും രോഗവും പീഡയും അന്ധവിശ്വാസങ്ങളും വരുമ്പോഴാണ് മനുഷ്യൻ മൊണ്ണയായി പോകുന്നത്, ഈ ഓരോന്നിന്റെ പുറകെ ഓടുന്നത്. അന്നേരം ഇവിടെ ഈയാമ്പാറ്റ, നമ്മളിപ്പോ വെട്ടം കാണുമ്പോ ഈയാമ്പാറ്റ ഈയൽ പാഞ്ഞു വരുന്നുണ്ടോ? ഈയലല്ലേ വരത്തുള്ളോ? കൊള്ളാവുന്ന ഏതെങ്കിലും പക്ഷികൾ ലൈറ്റ് കണ്ടോണ്ട് ഓടി എന്റെ കീഴെ വരുന്നുണ്ടോ? ഒരിക്കലും വരത്തില്ല. ഈയലിന് എന്താ അവസാനം സംഭവിക്കുന്നത്? അതിൽ തന്നെ വീണ് അത്രേ ഉള്ളൂ. ഇവിടെ വരുന്ന ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാല് അതിനകത്ത് ഈയാമ്പാറ്റ പോലെ വന്ന് ലൈറ്റ് വന്ന് ഈ പറഞ്ഞ പോലെ ഒരു ബാക്കിയുള്ള ഒരു ഇതുപോലെ അവരുടെ എഫേർട്ട് കൊണ്ടോ അവരുടെ സമയമായ ഓരോരോ ഫാക്ടേഴ്സ് കൊണ്ടോ അവർക്ക് ഈ 1000 പേരിൽ ചിലപ്പോൾ ഒരു 100 പേർക്ക് അതിൻ്റെതായ ടൈം സ്കെയിൽ ഓരോ കാര്യം നടക്കും. ഈ ഉടമ്പടിക്ക് ഇയാൾ ഓരോ സമയം പറയത്തില്ലേ? ഇന്ന് ഉടമ്പടി എടുത്താൽ ഇന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അല്ല, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ എത്ര സമയം പറയുന്നത്? മിനിമം 3 മാസം. 3 മാസം. ആ 3 മാസത്തിൽ അത് പറഞ്ഞ്
മൂന്ന് മാസം ആണ് ഇത് പുതുക്കുന്നത്. ആ അന്നേരം അതാ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പുതുക്കി ഓരോ പുതുക്കലിന് ചെല്ലുമ്പോഴും ഇവന് കാശ് കിട്ടും, ഇവന്മാരുടെ ലിങ്കിൽ കിടക്കും. അങ്ങനെ ആ കാലഘട്ടം അവനാണ്. ഇപ്പൊ 3 മാസം ഇത് ഒരു 4 പ്രാവശ്യം പോയാൽ 4 12 ഒരു വർഷം, ഒരു വർഷമാകുന്നു. ആ ഒരു വർഷത്തിനുള്ളിൽ അതിനകത്തുള്ള ഒരു 60% ആളുകളുടെയും കാര്യങ്ങൾ നടക്കും. അത് സ്വാഭാവികമായ രീതിയിലാണ്. അന്നേരം അത് ചിലപ്പോൾ അത് കുറച്ചുകൂടെ എന്താ പറയുക, തീവ്രമായിട്ട് അവർ ശകലം കൂടെ ശ്രമിക്കും. ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് എന്ന് പറയുന്നു, രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു, ഓട്ടോ സജഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ ഓരോ മനുഷ്യനും ഓരോ കാര്യം ആഗ്രഹിക്കുമ്പം അല്ലെ ഓട്ടോ സജഷൻ നമ്മൾ ഉള്ളിൽ തന്നെ പറയുമ്പോൾ തന്നെ നമ്മൾ ആ തരത്തിൽ പ്രവർത്തിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്നു തരും, എഫേർട്ട് എടുക്കും. അത് നമ്മളുടേതായ എഫേർട്ടാണ്. അത് കുറുവാസനം കുഞ്ഞമ്മ ഇറക്കി തരുന്ന സാധനം അല്ലത്, അത് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാര്യം നടക്കും. അത് ചിലപ്പോൾ 3 മാസം കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നടന്നേക്കാം, അല്ലെ 6 മാസം കഴിയുമ്പോൾ നടക്കാം, അല്ലെങ്കിൽ ചിലർക്ക് നടക്കാതെയും പോകുന്നു. അതുകൊണ്ടാണല്ലോ ചിലർക്ക് നടക്കാതെ പോകുന്നത്. നിങ്ങൾക്ക് നടന്നില്ലെന്ന് പറഞ്ഞില്ലേ? അന്നേരം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിന്റെ കാര്യമായ എഫോർട്ടോ മറ്റു സാധനം നിങ്ങളിങ്ങനെ കുറുവാസം കുഞ്ഞമ്മ ഇപ്പൊ കൊണ്ട് ഇറക്കി തരുന്നത് നിങ്ങളിരുന്നു, നിങ്ങളുടെ എഫോർട്ടിനകത്ത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഇത് വെറും ഉടായിപ്പ് പരിപാടിയാണെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ ഈ തലയ്ക്ക് വെളിവില്ലാത്തത് നിങ്ങൾ ഇവിടെ പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ ഓരോ അനുഗ്രഹങ്ങളും കിട്ടരുത്, ഉണ്ടാകരുത്. ഈ നാട്ടിലുള്ള ഈ ലോകത്തിലുള്ള ഈ ലോകരാജ്യങ്ങളിലുള്ള എല്ലാ ആളുകളും ഇവിടെ കുറുവാസനം കുഞ്ഞമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ ഈ ലോകത്തിലെല്ലാം എത്ര കോടി ആളുകളുണ്ട്, അവരുടെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നത് ഇതുകൊണ്ടാണോ? ഒരിക്കലും അല്ല. എന്നാൽ ഇവന് ഈ പറയുന്ന കുറുവാസനം കുഞ്ഞമ്മയെ കൊണ്ട് ഒരു ജലദോഷം മാറ്റി കൊടുക്കാനുള്ള കഴിവനുണ്ടോ? നമ്മളിപ്പോ ഒരു ജലദോഷം പിടിച്ച ഒരാളെ കൊണ്ടുപോവുക, മാറ്റാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള പുറത്ത് കാണാവുന്ന എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, ഒരു കോങ്കണ്ണ് അല്ലെ ഒരു മുച്ചുണ്ട്, കാലയിലും മന്ത്, അവൻ മാറ്റുവോ? മാറ്റില്ല. പുറത്ത് കാണാത്ത എന്തെങ്കിലും സാധനം അവൻ പറയും മാറ്റിയെന്ന്. ഇതല്ലേ ഇവിടെ ഇപ്പൊ എന്നാൽ അയാളുടെ കണ്ണിന്റെ കാഴ്ച, അയാളെ ആ സോഡാ കോപ്പി ഗ്ലാസ് എടുത്ത് കളഞ്ഞിട്ട് അയാളുടെ കണ്ണിന്റെ തിമിരം അയാൾക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഷുഗർ കുറയ്ക്കാനായിട്ട് പുള്ളിയുടേതായ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പുള്ളിക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും മാരക അസുഖം വന്നാൽ ആരും കാണാതെ ആശുപത്രിയിൽ പോകും. ഈ അവിടെ നടക്കുന്ന എന്താ പറയുക, ഗുണ്ടായിട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ അച്ഛന്മാരെ കാണാനായിട്ട് വരുന്നത്, ഈ അച്ഛനെ കാണാൻ വരുന്നത് വളരെ രോഗികളും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അന്നേരം അവരുടെയൊക്കെ ചോദിക്കുന്നത് എന്തോന്നറിയോ ഇവര് ആദ്യം, ഉടമ്പടി പത്രം ഉണ്ടോ? ഉടമ്പടി പത്രം ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ നിന്ന് കരയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവര് എന്തോ വീട്ടിലെ ഒരു സ്ഥലത്തിന്റെ എന്തോ ഇതുമായിട്ട് വന്നതാ അവര്. അങ്ങനെ അതിന്റെ ഈ എന്തോ പ്രമാണവും ഇതും കുറെ എന്തോ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ ഇതിന്റെ, ആ ഡോക്യുമെന്റ്സ് എല്ലാത്തും തന്നെ. അതിൽ ഏറ്റവും അവസാനം അവർ ചോദിച്ചെന്തോന്നറിയോ, നിങ്ങൾ ഇതെടുത്തയാണോ, എന്തോ ഉടമ്പടി എടുത്തയാണോ? അവര് പറഞ്ഞ് ഉടമ്പടി എടുത്തല്ല. അന്നേക്ക് അച്ഛനെ ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഉടമ്പടി എടുത്താലേ അച്ഛനെ കാണാൻ. ഞാൻ പറ്റേ നിങ്ങളെപ്പോഴുള്ള ഓരോരുത്തരും ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യമാ ചെവി ചോദിക്കേണ്ടത്. ഇങ്ങനെ ചോദിക്കണം. ഈ പറഞ്ഞ പോലെ ഈ ബോധമില്ലാത്ത വെളിവില്ലാത്ത നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ പറയുകയാണ് കുറുവാസനം കുഞ്ഞമ്മയുടെ അടുത്ത് പോയാൽ അത്ഭുതം നടക്കും, മറ്റവർക്ക് സാധിച്ചത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഭൂമിയെ കുനിഞ്ഞൊരുത്തനും പണി ചെയ്യത്തില്ല, എഫോർട്ട് എടുക്കത്തില്ല, അങ്ങോട്ടോടും. ഇത് നൂലെ കെട്ടി ഇറക്കി കൊണ്ട് തരും ഓർത്ത് അങ്ങോട്ടോടും. അതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ചൊളിവിൽ കാര്യം വേണം. പോയാൽ ഒരു 500, കിട്ടിയാൽ ഒരു ഊട്ടി എന്ന ആറ്റിറ്റ്യൂഡിലാണ് എല്ലാരും പോകുന്നത്, അല്ലേ? അതുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉപ്പും അവന്റെ എണ്ണയൊക്കെ വാരി അടുത്ത അയ്യത്ത് കളയുക. എന്നിട്ട് രാവിലെ ഈ പറഞ്ഞ 4 മണിക്ക് എഴുന്നേക്കൊണ്ട് തെറ്റൊന്നുമില്ല. ആ പറഞ്ഞതിനകത്ത് എനിക്ക് കേട്ടിട്ട് കുഴപ്പമില്ലാത്ത സാധനം വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കുന്നു മാത്രമാണ്. 4 മണിക്ക് എഴുന്നേക്കുമ്പോൾ തന്നെ മനുഷ്യൻ മിടുക്കനാവും. അവൻ 4 മണിക്ക് അവന്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തി അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവൻ പോയി കഴിഞ്ഞാൽ അവന് വേറെ ഒരു പണിയും ചെയ്യണ്ട. അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഒന്ന് നേടും. തീർച്ചയായും. അന്നേരം ഇവന്റെ ഉടമ്പടിക്കാന്നോ മറ്റേന്നൊക്കെ പറഞ്ഞ് ഓരോ റീസൺ പറഞ്ഞ്, പക്ഷെ ആ പറഞ്ഞ ഒരു ഇത് വേണം, ആത്മവിശ്വാസം വേണം. ഞാൻ ചെയ്യും, എഴുന്നേക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവര് രാവിലെ കത്തിക്കേണ്ടത് പച്ചത്തിരി, രാത്രി കത്തിക്കേണ്ടത് എന്തോ നീലത്തിരി എന്നും പറഞ്ഞ് കുറെ തിരികൾ തന്ന്, ഇത് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഈ കളർ അനുസരിച്ച് കത്തിക്കണമെന്ന്? ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് കളർ കത്തിക്കണം, തിരി കത്തിക്കാനോട് പറഞ്ഞിരിക്കുന്നത്. കളർ അനുസരിച്ച് ഇവന്മാർക്കുള്ള പ്രസക്തി എന്താ?
ഈ പരീക്ഷന്മാരെ കുറിച്ചും ഈ ഇത്തരത്തിലുള്ള ഇവന്മാരെ കുറിച്ചും ബൈബിളിൽ എന്തുമാത്രം എവിടൊക്കെ നമ്മളെ വാണിംഗ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെയും ഇങ്ങനെയുള്ളവന്മാരെയും സൂക്ഷിക്കുക. ഇവന്മാർ അന്ത്യകാലത്ത് ഇതുപോലെ ഇറങ്ങും, ഓരോ ഉടായ്പുമായിട്ടെന്ന് എത്രയോ തവണ വേദഭാഗങ്ങളിൽ എവിടേക്ക് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഇവന്മാരെ നിശ്ചിതമായിട്ട് വിമർശിച്ചേക്കുന്ന പോലെ കർത്താവ് വേറെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? ഇല്ല. വേശ്യാസ്ത്രീയോട് പോലും കർത്താവ് എന്ത് സൗമ്യമായിട്ടാണ് സംസാരിച്ചത്. എന്നാൽ യുവമാരോട് അങ്ങനെ കർത്താവ് സംസാരിച്ചേ? ഈ നൈറ്റി തൊഴിലാളികളോട് അന്നത്തെ വളരെ വെറും ഒരു വിലകെട്ട രീതിയിലാണ് കർത്താവ് പോലും സംസാരിച്ചത്. ഈ കുറുവാസനം കുഞ്ഞമ്മയുടെയും മറ്റു പരിപാടികളുടെയും ഒന്നും പുറകെ പോകാതെ നിങ്ങൾ ചെയ്യേണ്ടതായ പണി ചെയ്യുക. ഞാൻ മനസ്സിലായല്ലോ എന്താന്ന്. അത് തൊട്ട് നാളെ നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക, 3 മാസം. നിങ്ങൾ ഒരുത്തന്റെ ഉടമ്പടി എടുക്കാൻ പോട്ടെ, നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കല്യാണം എന്നെ വിളിക്കുക, ഞാൻ കല്യാണത്തിന് വരും. തീർച്ചയായും ഞാൻ വിളിച്ചിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കല്യാണം നടക്കും. നിങ്ങൾ മനസ്സ് വെച്ചാ. പേരെന്തുവാണ്? എന്റെ പേര് സുനിൽ മാത്യു. ഞാൻ എന്തായാലും ചേട്ടൻ പറഞ്ഞ കണക്ക് 3 മാസം ഒന്ന് ഇത് നോക്കും, സംഗതി നടന്നിരിക്കും. നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ എഫേർട്ട് എടുത്താൽ നടന്നിരിക്കും. ഓക്കെ, എന്റെ വാക്കാ. ഞാൻ 3 മാസം ഇതിന്റെ അകത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല, 3 മാസം ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ 3 മാസത്തിനുള്ളിൽ നടക്കുമെന്ന്. നിങ്ങൾ എഫേർട്ട് എടുത്ത് നോക്കിയാലേ എന്തായാലും ഞാൻ നോക്കിയാ. എന്നിപ്പോ ഞാനൊരു ദൈവത്തെയും വിളിക്കുന്നില്ല, എന്റെ സ്വന്തം കഴിവിൽ ഞാൻ നോക്കുക. ഓക്കെ ചേട്ടാ, ഞാൻ വിളിക്കാം. പിന്നെ എന്താ പറഞ്ഞേ, ജൂൺ മാസം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കല്യാണം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ചേട്ടന്റെ നാവ് പൊന്നായിരിക്കട്ടെ. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.